സ്വാഗതം 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 പ്രഭാത ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ടാരോക്കാർഡിനോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡിലെടുത്ത് എന്ത് എനർജിയാണെന്ന് താങ്കളിലേക്ക് വരുന്നത് നോക്കാം. രണ്ടാമത്തത് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നത്, എന്ത് എനർജിയിലാണെന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ഇങ്ങനെ 3 കാർഡുകൾ നമുക്ക് എടുത്ത് നോക്കാം. ഫാന്റാസ്റ്റിക്. ലെറ്റ് മി സീ. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് എനർജിയാണ് താങ്കളിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചോദിച്ചത്. നമുക്ക് എന്ത് എനർജിയാണ് വരുന്നത്? നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്ന എനർജിയാണ്. കുതിരപ്പുറത്തിരുന്ന കപ്പും കൊണ്ടുവരുന്ന ഒരാളെയാണ് കാണുന്നത്. പൊതുവേ ഇതൊരു സന്ദേശവാഹകൻ എന്ന് പറയും. സ്നേഹത്തിൻ്റെ എനർജിയാണ് വരുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ്. തീർച്ചയായിട്ടും ഈ കാർഡ് എന്ന് പറയുന്നത് താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഒരുപാട് നേരം ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യം എന്താണെങ്കിൽ അത് ചെയ്യാനുള്ള അവസരം എന്ന് കിട്ടും എന്ന് പറയുന്ന എനർജിയാണ് വരുന്നത്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് 3 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. സ്നേഹം എന്ന് പറയുന്ന കാർഡിൻ്റെ അടുത്ത് തന്നെയാണ് 3 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വന്നാൽ നമ്മൾ പതറണ്ട എന്നുള്ളതാണ്. ശരിക്കും 3 ഓഫ് സോർട്സ് എന്നുള്ളത് നമ്മളൊരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു ലൈഫിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എന്തെങ്കിലും ചെറുതായിട്ട് അപ്രതീക്ഷിതമായിട്ട് വന്നാലും അത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ലൈഫാണത്, മുന്നോട്ട് പോകും. എന്തിനാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കാണണം എന്നിരിക്കുന്നത് ഈസ് ഓഫ് സോർട്സ് ആണ്. മെൻ്റൽ ക്ലാരിറ്റിക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യും. ചെറിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി വരുന്നാലും ഭയപ്പെടാതെ മുന്നോട്ട് പോകുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. പുതിയൊരു വളർച്ച നമ്മൾ നേടിയിട്ടുണ്ടാവും. പുതിയൊരു ദിശയിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കണ്ട ചെറിയ മലകൾ ഇവിടെ എത്തുമ്പോൾ വലുതാവുന്നുണ്ട്. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനാണ്. എപ്പോഴും ഈ എയ്സ് എന്ന് പറയുന്ന കടകളെല്ലാം ദൈവികമായിട്ടുള്ള ഇടപെടലുകളാണ് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച് ഡിയർ.